എന്താ ഹലോ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? കണിഞ്ഞോ? എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? നിങ്ങള് നോലും പറക്കാൻ ഇനിയിപ്പോ മഗ്‌രിബ് കൊടുക്കണ വരെ സമയം എങ്ങനെ കളയാന്ന് ആലോചിക്കല്ലേ? ആ അങ്ങനെ എന്തെങ്കിലും സംസാരിക്കാല്. എന്നാ പറഞ്ഞോളി. പുതിയത്ത എന്താ പറഞ്ഞ കേട്ടില്ല. എന്താ പറയാ, നിങ്ങൾ എത്ര വരെ മദ്രസ പഠിച്ച്? ഇതിലൊക്കെ ഇപ്പൊ എന്താ കാര്യം? ഏ അതിലൊക്കെ ഇപ്പൊ എന്ത് കാര്യം ഇരിക്കണേ? നിങ്ങൾ എത്ര എന്നാണ് വരെ സ്കൂളിൽ പഠിച്ചു എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ട് എന്താ കാര്യം? അല്ല, ഈ നിങ്ങൾക്ക് ഒരു എന്താ പറയാ, ഒരു തല തിരിയാറിയല്ലോ. അതിപ്പോ മുഹമ്മദ് നബി മദ്രസ പഠിച്ചിട്ടൊന്നല്ലല്ലോ ഇസ്ലാം ദീൻ ഉണ്ടാക്കുന്നത്. അതൊക്കെ ഒരു കേന്ദ്രത്തിൽ നിന്ന് വരുന്നതാ, ഇലാഹിയായ. ഇലാഹിയായ അല്ല, സ്വന്തം മനസ്സിലുണ്ടാക്കാൻ കഴിയില്ല. കാരണം അലിഫും ബാവും അറിയില്ല, മദ്രസ പഠിച്ചിട്ടില്ല, ഭാഷാപരമായിട്ട് അത്ര പ്രാവീണ്യം, അത്ര പ്രാപ്തി ഇല്ല. അങ്ങനത്തെ ഒരാളാണ്ട് അതുകൊണ്ടല്ലേ സംസാരിക്കുക. അതിനല്ലേ ചുറ്റിലും എഴുതാൻ ആളെ കൂട്ടിയത്. അതെ, അറിയാത്തോണ്ട് തന്നെ. അങ്ങനെ തന്നെയായിരുന്നു പണ്ടേ. പല പക്ഷെ അങ്ങനത്തെ പല ഒരു ആളുകളും ഗ്രന്ഥം ഈ അല്ല, എഴുത്തും വായനയും അറിയാത്ത എത്രയോ കവികൾ മുൻപ് കാലത്ത് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയില്ല? സാഹിത്യം കൊണ്ട് ഇതൊന്ന് പറഞ്ഞോട്ടെ, സാഹിത്യം കൊണ്ട് ഉത്തുംഗതിയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇഷ്ടം പോലെ ഉണ്ട് എഴുത്തും വായനയും പക്ഷെ അറിയാത്ത ഓൾക്ക് എത്രയോ. മുട്ടുകുത്തേണ്ടി വന്നില്ലേ? ലോകത്തിൽ ആരും മുട്ടുകുത്തിയിട്ടില്ല. നിങ്ങൾ വെറുതെ നിങ്ങള് മലർന്നടിച്ച് വീണപ്പോ ബാക്കിയുള്ളവർ മുട്ടുകുത്തി നിൽക്കാന്ന് തോന്നിയതാണ് നിങ്ങൾക്ക്. അല്ലല്ല, ഓര് മുട്ടുകുത്തിപ്പോയി. അതിന് എന്തിന്റെ മുമ്പില് മുന്നില്? ഈ ഖുർആന്റെ ഒരു സൂറത്തിന്റെ മുമ്പില്, ആരാ ഒരു സൂറത്തിന്റെ മുട്ടുകുത്തിയത്? മുമ്പിൽ പോലും, സൂറത്തിന്റെ മുമ്പിൽ വരെ അത് ഓരോർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ആര് മുട്ടുകുത്തിന്നാണ്? സാഹിത്യം കൊണ്ട് അമ്മാനമാടുന്ന അറബികൾ. ആ അറബികളുടെ ഇടയിൽ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം എന്ന് പറഞ്ഞ മാതിരി ആ സാഹിത്യ കുതുകികളുടെ കുടുംബത്തിൽ ജനിച്ച് ജീവിച്ച മുഹമ്മദിന് ഇച്ചിരി പിന്നെ സാഹിത്യ വാസനയൊക്കെ ഉണ്ടാവും. ഫാത്തിമ ബീവിന്റെ ഖബറിന്റെ അടുത്ത് അലി കവിത എഴുതി വെച്ചു എന്ന് പറയണില്ലേ? എന്നിട്ട് ആ അലീനെ വളർത്തിയ അതേ അബൂ താലിബ് തന്നെയല്ലേ മുഹമ്മദിനെയും വളർത്തിയത്. അതുകൊണ്ട് ഇത്തരം എഴുത്തും വായനയും അറിയാതിരിക്കാനുള്ള സാധ്യതയും ആളുകൾക്ക് തീരെ വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരും അല്ല എന്ന് മനസ്സിലാക്കിക്കൂടെ? മക്കാർക്ക് പരസ്യം അറിയപ്പെടുന്ന സംഗതിയാണ് ഈ നബിക്ക് എഴുത്തും വായന അറിയില്ല എന്നുള്ളത്. നബിക്ക് എഴുത്തും വായനയും എന്ന് പറയണത് അന്നത്തെ കാലത്ത് ഒരു ലക്ഷറിയാണ് സുഹൃത്തെ. ഇത് ആരുടെ ജീവിക്കണ നോക്കണം. സാഹിത്യം കൊണ്ട് അമ്മാനായിട്ടാണ് ഇപ്പൊ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഫോൺ ഉപയോഗിക്കാൻ അറിയില്ല പറഞ്ഞു കഴിഞ്ഞാൽ സാഹിത്യം കൊണ്ട് ആള് രണ്ടാം അമ്മാനമാടുന്ന നമ്പർ അല്ലേ? ആൾക്കാർ ഇപ്പോ നമുക്ക് ഇന്ത്യയിൽ പോലും എഴുത്തും വായനയും അറിയാത്ത എത്രയോ കവികളും വിശ്വവിഖ്യാതമായിട്ടുള്ള കൃതികൾ രചിച്ച ആൾക്കാരുണ്ട് ഇല്ലേ? ലോകത്ത് മുഹമ്മദിന്റെ മുമ്പുള്ള ആളുകള് ഇതിനേക്കാളും മികച്ച സാഹിത്യ സൃഷ്ടി നടത്തിയവര്, തത്വശാസ്ത്രം പഠിപ്പിച്ചവര്, പക്ഷെ ഇതുപോലെ അവർക്കൊന്നും ഒന്നും എഴുത്തും കൊണ്ടുവരാൻ വായന പറ്റണില്ല. ഇതുപോലെ ഒന്നും കൊണ്ടുവരാൻ കഴിയൂലല്ലോ. കാരണം ഇത് അതുപോലത്തെ ഒരാൾ കൊണ്ടുവന്നതല്ലേ. എന്ത് ഈ കൊള്ളയും കൊലയും അക്രമത്തെ ന്യായീകരിക്കുന്നതിന് ഇനി ഒന്ന് ഇതുപോലെ ഒരെണ്ണം കൊണ്ടുവരണാരേലും? അല്ലല്ല, ആ മനുഷ്യനല്ലാതെ ഇത് ഇതിന്റെ വേറൊരു പിന്നിൽ മനിയന്മാർക്കും ഇത് ഒന്നുമില്ല. ഒരു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. മനുഷ്യന്റെ തൊള്ളയിൽ തോന്നിയത് നമ്മളെ നാട്ടിൽ പറയാം. അതേപോലത്തെ ഒരു സാധനമാണ് ഇത്. അതൊന്നുമില്ല. ഇപ്പൊ ചിലപ്പോ ഞാൻ മുമ്പ് ഒരു യുക്തിവാദിന്റെ ഇത് കണ്ടു. അപ്പൊ അതില് പറയുന്നുണ്ട്, ആള് പേര് പറഞ്ഞില്ല, ആവശ്യത്തിൽ പറയും ചെയ്യാം. ഹദീസിലുള്ള വൈരുദ്ധ്യം വിളിച്ചിട്ടുണ്ട്. ഹദീസിലും വൈരുദ്ധ്യമില്ല. അത് ഹദീസും ആണെങ്ങനെ ചർച്ച ചെയ്ത് ഇങ്ങനെ കൂടുതൽ മനസ്സിലാക്കി പഠിക്കണം. അപ്പോഴേ തിരിയുള്ളൂ. ഒറ്റനോട്ടത്തിൽ ഹദീസ് കണ്ടാലും വൈരുദ്ധ്യം ഉണ്ടെന്ന് തോന്നിപ്പോവും. സ്വാഭാവികം. അതൊരു നല്ലൊരു ഗുരുമുഖത്ത് നിന്ന് ഓതണം. അത് പറയും ഞങ്ങൾക്ക് ഉസ്താദുമാരല്ലേ. ഖുർആാനെന്നൊരു കാര്യം ചോദിക്കാം. ഖുർആൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാം. ആയിക്കോട്ടെ. ലക്കും ദീനുക്കും വലിയ ദീൻ ലാ ഇക്റാഹ ഫിദ്ദീൻ. ഇത് രണ്ടും ഒന്ന് മക്കയിലും അവതരിച്ചതും ഒന്ന് മദീനയിലെ ആദ്യ വർഷങ്ങളിൽ അവതരിച്ചതായിട്ടുള്ള രണ്ട് വചനങ്ങളുടെ ഭാഗമാണല്ലോ. ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറയുന്നതും ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന് പറയുന്ന ആശയവും. മദീനയില് കുറച്ചു കാലം കഴിയുമ്പോൾ അവതരിക്കുന്ന കുറച്ച് വചനങ്ങളുണ്ട്. ഒന്ന്, എല്ലാ ആളുകളും ഇസ്ലാം ആകണം എന്നുള്ളത്, അല്ലെങ്കിൽ ഇന്ന ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അവര് കീഴടങ്ങി അവര് വിശ്വസിക്കുകയോ അല്ലെങ്കിൽ കീഴടങ്ങി കയ്യോടെ കപ്പം തരികയോ ചെയ്യുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത്. ഇതിൽ ഏതാണ് ശരിക്കും ഇസ്ലാമിന്റെ നിലപാട്? ഇത് തുറന്നിങ്ങനെ പറയാൻ ചില വിഷയങ്ങളുണ്ട്. നിങ്ങളിതിപ്പോ യൂട്യൂബിൽ വിടൂലേ? ഉറപ്പായിട്ടും വിടും. നിങ്ങൾ തുറന്നു പറയണേ. ഇസ്ലാം എന്ന് പറഞ്ഞാല്
ഒരു തുറന്ന പുസ്തകമാണ്. എല്ലാ ആളുകൾക്കും മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് അതിൽ പിഴവ് വരണ്ട വെച്ചിട്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾ പറയും. ഇത് പരസ്പര ഓഹോ വൈരുദ്ധ്യത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറയുന്ന, നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതം എന്ന് പറഞ്ഞ അള്ളാന്റെ വചനവും, ഇന്ന ദീന ഇന്ദുല്ലാഹിൽ ഇസ്ലാം എന്ന് പറയുന്ന അള്ളാന്റെ വചനവും ഒരു 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 ഭാഗത്ത്, ലാ ഇക്രാഹ ഫിദ്ദീൻ എന്ന് പറയുന്ന അള്ളാന്റെ വചനവും, അതായത് ദീനിൽ ബലാത്കാരമില്ല എന്ന് പറയുന്ന വചനം ഒരു ഭാഗത്തും, അതേപോലെ തന്നെ അവർ വിശ്വസിക്കുകയും കയ്യോടെ അല്ലെങ്കിൽ കീഴടങ്ങി കയ്യോടെ കപ്പം തരികയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക എന്ന് പറയുന്ന അക്രമത്തിന്റെ ആഹ്വാനം, മതം അങ്ങനെ സ്വീകരിക്കുകയോ കീഴടങ്ങിക്കാണ്ട് കീഴടങ്ങിയിട്ട് കപ്പം കൊടുക്കാൻ, മീൻസ് ജിസിയ കൊടുക്കാൻ തയ്യാറാവുക, ദിമ്മിയാവുക, അതിന് ടാക്സി തയ്യാറാവുന്നത് വരെയോ. കൊടുത്തിട്ട് അതെ കൊടുത്തിട്ട് അതെ, ഒന്നുകിൽ വിശ്വാസിയാവുക അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ആധിപത്യം അംഗീകരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ കീഴിൽ കീഴൊതുങ്ങി ജീവിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ പറയുന്നത് വരെയോ, ഈ രണ്ടിലൊന്ന് ചെയ്യുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യുക എന്ന് പറയുന്ന വചനവും, ദീനിൽ ബലാത്കാരമില്ല എന്ന് പറയുന്ന ഒരു വചനവും, ഈ രണ്ടു വചനങ്ങൾ, ഈ രണ്ട് സെറ്റ് ഓഫ് വൈരുദ്ധ്യങ്ങളെ കുറിച്ച് ഇതിൽ ഏതാണ് ശരിക്കും ഇസ്ലാമിന്റെ നിലപാട് ഈ രണ്ട് കാര്യങ്ങളിൽ? ആദ്യ കാലത്ത് ലക്കും ദീനിക്കും വലിയ ദീനേനുണ്ടായി. നിങ്ങൾക്ക് നിങ്ങളെ ദീന്, ഞങ്ങൾക്ക് ഞങ്ങളെ ദീന് പറഞ്ഞാണ്ട്. പിന്നെ കഴിഞ്ഞാണ്ട് കുറച്ച് കഴിഞ്ഞാറ് ലക്കും ദീനിക്കും വലിയ ദീന്, ഇന്ന ദീന ഇന്ദുല്ലാഹിൽ ഇസ്ലാമൊക്കെ വന്നു. അള്ളാഹിന്റെ അടുക്കൽ സ്വീകാര്യമായ ദീൻ ഇസ്ലാമാണ്. ആദ്യ കാലത്ത് ഇസ്ലാമിന് അത്ര ശക്തിയില്ലായിരുന്നു. അപ്പൊ ഇസ്ലാമിനെ മക്കട്ട് കയറാക്കാൻ വേണ്ടിയിട്ടും കൂടി പിന്നെ ഇസ്ലാമിന് പാങ്ങില്ലാത്ത കാലത്ത് ലക്കും ദീനിക്കും വലിയ ദീനും, പാങ്ങായി വന്ന പിന്നെ ഇന്നദീന ഇന്ദുല്ലാഹിൽ ഇസ്ലാം അല്ലെ? പാങ്ങോ പാങ്ങ് നമ്മളെ നാട്ടില് പറയും കുവ്വത്ത്. പൂവത്തായി അങ്ങനൊക്കെ പറയാം. എന്താണ് പ്രാപ്തിന്ന് നമ്മളെ നാടൻ ഭാഷയില് മാമ്മന്മാര് പറയും. പ്രാപ്തി, ശക്തി പ്രാപ്തി. കുവ്വത്ത്, അതിനുള്ള കഴിവും പ്രാപ്തി ഇല്ലാത്ത കാലത്ത് ലക്കും ദീനിക്കും വലിയ ദീന്. കുവ്വത്ത് വന്നു കഴിഞ്ഞാല് ആയുധവും ആൾബലവും എന്താ പറയാ അധികാരവും വന്നു കഴിഞ്ഞാൽ ഇന്നദീന ഇന്ദുല്ലാഹിൽ ഇസ്ലാം അല്ലെ? അതാണ്. അപ്പൊ ശരി. അല്ല, അപ്പൊ അതായത് വൈരുദ്ധ്യങ്ങളെ ദുർബലപ്പെടുത്തിയിട്ടാണ് വൈരുദ്ധ്യം ഇല്ലാതാക്കിയത് പഠിച്ചോനെ, അങ്ങനെയാണോ? ദുർബലപ്പെടുത്തി അത് പിന്നീട് ആ ഹുക്കുമില്ല, ആ ഒരു വിധി ഇല്ലാതെയായി മാറി. ഹുക്കുമി വിധി അപ്പൊ എവിടുന്നൊക്കെ മായ്ച്ചു കളഞ്ഞു? ലൗഹുൽ മഹ്ഫൂൽ മായ്ച്ചോ അതോ ഖുർആനിൽ മാത്രം മായ്ച്ചോ? മായ്ച്ചിട്ടില്ല. അത് ഹുക്കുമുണ്ടാവൂല, ഓതപ്പെടും, ഓതുന്നതിന് കൂലിയും കിട്ടും. പക്ഷെ ആ ഹുക്കും നിലവിലില്ല. അതായത് ഞാൻ ചോദിക്കണത്, ഇല്ലാത്ത ഒരു ഹുക്കും ഇന്ന് നമ്മളെ നാട്ടിൽ ഇസ്ലാം ദീനിനെ കുറിച്ച് പറയുന്ന സമയത്ത്, ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിമർശനം ഉന്നയിക്കുന്ന സമയത്ത്, ഇസ്ലാമിന്റെ അസഹിഷ്ണുത പറയുന്ന സമയത്ത്, ഇസ്ലാമിന്റെ നിലപാട് ലക്കും ദീനിക്കും വലിയ ദീനാണ് എന്ന് പറയുന്നത് അപ്പൊ നുണയല്ലേ? അതിന്റെ ഹുക്കും ദുർബലപ്പെടുത്തിയതല്ലേ? ഇന്നത്തെ കാലത്ത് ഇസ്ലാമിന്റെ നിലപാട് ലക്കും ദീനിക്കും വലിയ ദീനാണോ, ഇന്ന ദീന ഇന്ദുല്ലാഹിൽ ഇസ്ലാമാണോ? ഇന്ന ദീന്. അപ്പൊ നമ്മൾ ഇസ്ലാമിന്റെ അസഹിഷ്ണുതയെ വിമർശിക്കുമ്പോ മൗലവിമാര് വന്നിട്ട് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ നിലപാട് ലക്കും ദീനിക്കും വലിയ ദീനാണ് എന്ന് പറയുന്നത് നുണയല്ലേ? പഠിച്ചോല് പറഞ്ഞാല് കരിന്നോണാന്ന് പറയാം നമുക്ക് അതിന്, അല്ലെങ്കിൽ പെരുന്നോണാന്ന് പറയാം. അല്ല, ഞാൻ പറയട്ടെ, പഠിച്ചോല് പറയണം. പഠിച്ചോല് പറഞ്ഞാല് പെരുന്നോണയാണ്. ഇത് അറിയാതെ വിശ്വാസികൾ ലക്കും ദീനിക്കും വലിയ ദീന് കണ്ടിട്ടുണ്ട്. അതിന്റെ ഹുക്കും റദ്ദ് ചെയ്തിട്ട് അതിന് പകരം മൻസൂഖ് ഇറങ്ങിയത് ഓൽക്ക് അറിയില്ലെങ്കിൽ, നാസിഖ് ഇറങ്ങിയത് ഓൽക്ക് അറിയില്ലെങ്കിൽ ഓൽക്ക് തെറ്റ് പറ്റിയതാണ് വിചാരിക്കുക. പക്ഷെ ഇതൊക്കെ അറിയുന്ന മൗലവിമാര് ഇസ്ലാമിന്റെ ഈ കാര്യത്തിൽ, വിശ്വാസപരമായ കാര്യത്തിലുള്ള നിലപാട് ലക്കും ദീനിക്കും വലിയ ദീനാണ് എന്ന് പറയുന്നത് തട്ടിപ്പല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. നാട്ടുകാരെ പറ്റിക്കലല്ലേ? അങ്ങനെ പറയണ്ടോ? അങ്ങനെ പറയണ്ടല്ലോ. ഇനി ലാ ഇക്രാഹ ഫിദ്ദീനും കൂടി നമുക്ക് ആ സെറ്റ് ഓഫ് വൈരുദ്ധ്യം കൂടെ തീരുമാനാക്കാം. ലാ ഇക്രാഹ ഫിദ്ദീൻ എന്നൊരു ഭാഗത്ത് പറയുന്നു, അതേ സമയത്ത് വേറൊരിടത്ത് പറയുന്നു അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണം. ഏതുവരെ? അവർ വിശ്വസിച്ച് മുസ്ലിം ആവുന്നത് വരെയോ അല്ലെങ്കിൽ അവർ കീഴടങ്ങി കയ്യോടെ കപ്പം തരുന്നത് വരെയോ അവരോട് യുദ്ധം ചെയ്യണം. ഒരു ഭാഗത്ത് ബലാത്കാരം ഇല്ല എന്ന് പറയുകയും മറുഭാഗത്ത് ഇസ്ലാമിലേക്ക് വരികയോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അപ്രമാദിത്യം അധികാരം അംഗീകരിക്കുകയോ ചെയ്യുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യണം എന്ന് പറയുന്നു. ഇതിൽ ഏതാണ്? ഇതിൽ രണ്ടും വാലിഡ് ആണോ അതോ ഒന്ന് റദ്ദ് ചെയ്തിട്ടുണ്ടോ?
ഇപ്പൊ ഈ യുദ്ധം ചെയ്യണം പറഞ്ഞ എന്താ ഹദീസോ ആയത്തോ? ആയത്ത് ഇതിന്റെ തഫ്സീർ എന്താ അവിടെ? തഫ്സീറൊക്കെ നിങ്ങളല്ലേ ഈ പള്ളി ദർസിലൊക്കെ പഠിച്ച ആൾക്കാര്. അങ്ങനല്ല, ചില വിഷയങ്ങൾ കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ വിശദീകരണത്തോടു കൂടി നോക്കണം. ആ ലാ ഇക്റാഹ ഫിദ്ദീൻ എന്നുണ്ട്. അതുകൊണ്ട് ഇക്റാഹ ആയിക്കൊണ്ട് ദീനിൽ ഒരാൾക്ക് ഉള്ളില് വിശ്വാസം ഇല്ലാതെ ഒരാളെ ഇങ്ങനെ പുറമെ മുസ്ലിമാക്കിയ മുസ്ലിം ആവൂല. ആ ദീനിൽ ഒരാളെ ബലം പ്രയോഗിച്ചാണ് ദീനിലേക്ക് ആക്കണമെന്നില്ല. ഒരാള് ഒരു സ്വമേധയാ മനസ്സിലാക്കിയിട്ട് ആ അങ്ങനെ വരണം എന്നാണ് ഇതിന്റെ കണക്ക്. ആ അതെങ്ങനെ സ്വമേധയാ വരുന്നവനോ അല്ലാതെ തന്നെ വരൂല? അതിന് വാളെടുക്കും യുദ്ധം ചെയ്യൊന്നും വേണ്ടല്ലോ. ഇസ്ലാമിന് പിന്നെ ഇസ്ലാമിന്റെ പേരിൽ കെട്ടിയാരോപിക്കണതാണ് വാളുകൊണ്ട് പ്രചരിച്ചതാണെന്ന്. അല്ല വാള് അല്ല കൊണ്ടാണല്ലോ അത് പ്രചരിച്ചത്. അല്ലല്ല, അവരുടെ ജീവിത വിശുദ്ധി കണ്ടിട്ട് പ്രചരിച്ചതാണ്. ഉം അജ്മീർ ഹാജ തങ്ങളുടെ ഒക്കെ ജീവിത വിശുദ്ധി കണ്ടിട്ട് ഉം ലക്ഷക്കണക്കിന് പേരെ ഇസ്ലാമിക്ക് വന്നു. ഉം അജ്മീർ പോയണോ? നിങ്ങൾ ഈ പിന്നെ സൂറത്ത് തൗബയിലെ 29-ാമത്തെ വചനം ഓർമ്മയുണ്ടോ? നിങ്ങൾ പരിഭാഷ വായിച്ചേക്കാരല്ലേ? എന്ത് വേണേലും നമുക്ക് വായിക്കാലോ. എന്താ പറയണേ? ഒന്ന് വായിക്കേ. അതിനെന്താ പറയണേ? അതാണ് ഞാൻ ഈ പറഞ്ഞ വചനാണത്. ലാ ഇക്റാഹ ഫിദ്ദീനോ? അല്ലല്ല, ലായിക്രാഫിദ്ദീൻ വേറെ. ഞാൻ പുറത്താണ്, എനിക്ക് വായിക്കാൻ ബുദ്ധിമുട്ടാണ്. ഉം. ഇതില് പിന്നെന്താണ്? ഖാതിലുല്ലദീന ലാ യുഅ്മിനൂന ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വലാ യഹറമൂന മാ ഹറമല്ലാഹു വറസൂലഹു എന്ന് തുടങ്ങുന്ന വചനം 9-ാമത്തെ. വേദക്കാരിൽ നിന്ന് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാത്തവരോടും അള്ളാഹുവും അവന്റെ റസൂലും നിഷിദ്ധമാക്കിയത് നിഷിദ്ധമാക്കി ഗണിക്കാത്തവരോടും സത്യമതത്തെ ജീവിതക്രമമായി സ്വീകരിക്കാത്തവരോടും നിങ്ങൾ യുദ്ധം ചെയ്യുക. അവർ കീഴ്പ്പെട്ട് കപ്പം കൈയോടെ, അതായത് ജിസ്യ കൊടുക്കുന്നത് വരെ. ഇതാണ് യുദ്ധം ഖുർആൻ വചനം. ചെയ്യാന്ന് പറഞ്ഞോണ്ട് അവിടെ ഉദ്ദേശം എന്താ? യുദ്ധം ചെയ്യൽ തന്നെയാണോ? അല്ലേ? ചിലപ്പോ യുദ്ധം ചെയ്യാന്ന് പറഞ്ഞോണ്ട് ഉദ്ദേശം പല അതിന്റെ വിശദീകരണം കൂടി നോക്കണം. ജിസിയ തരുന്നത് വരെ. ഇത് തബൂക്കിലേക്കുള്ള യാത്രക്ക് ഒരുങ്ങുന്ന സമയത്തോ എന്തോ ഇറങ്ങിയതാണെന്നാണ് എന്റെ ഓർമ്മ ഈ വചനം. അതായത് ഇസ്ലാമിന്റെ അപ്രമാദിത്യം അംഗീകരിച്ചുകൊണ്ട് ഒന്നുകിൽ മുസ്ലിം ആവുകയോ, അപ്രമാദിത്യം അതായത് ഭരണവും നിയന്ത്രണവും രാജ്യത്തിന്റെ അധികാരവും നിയമ സംവിധാനവും നീതി നിർവഹണമൊക്കെ ഇസ്ലാം, അതിന് പൂർണ്ണമായിട്ട് കീഴ്പ്പെടുക. അല്ലെങ്കിൽ അപ്പോ ഒന്നുകിൽ മുസ്ലിമായി ഇസ്ലാമിക സമൂഹത്തിലെ പ്രജയാവുക, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അധികാരത്തെ അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് ഇസ്ലാമിന്റെ അധികാരത്തിന്റെ കീഴിൽ ഇസ്ലാമിന് പ്രത്യേക വിവേചനത്തിന്റെ നികുതി കൊടുത്തുകൊണ്ട് ഇസ്ലാമിന്റെ നിയമത്തിന് ഭരണത്തിന് കീഴ്പ്പെടുക, അതായത് ദിമ്മിയാവുക. ഈ രണ്ടിലൊരു ഓപ്ഷൻ ആവുന്നത് വരെ നിങ്ങൾ അവരോട് അപ്പുറത്ത് മാറി നിൽക്കുക. വേറൊരു സമൂഹത്തോട് യുദ്ധം ചെയ്യാനാണ് കൽപ്പിക്കുന്നത്. ഇത് യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടവർ വീട്ടിൽ നിന്ന് പുറത്താക്കിയവരോടൊന്നുള്ള കഥയല്ല. ഇത് വേറൊരു ദേശത്ത് ജീവിക്കുന്ന വേറൊരു ജനവിഭാഗത്തോട്. ക്രിസ്ത്യാനികളാണോ ജൂതന്മാരാണോ? തബൂക്കിൽ ഉണ്ടായിരുന്ന ഏതാ? ക്രിസ്ത്യാനികളല്ലേ? അറിയില്ല. അപ്പോ ഇതാണോ ലാ ഇക്റാഹ ഫിദ്ദീൻ എന്നാണോ ഇസ്ലാമിൽ ഇപ്പോൾ നിലവിലുള്ള നിയമം? ഇസ്ലാമില് ഇക്റാഹ് ചെയ്ത് കാണ്ടിന് ഒരാളെ ദീനിക്ക് കടത്തി കഴിഞ്ഞാൽ ഇക്റാഹ് ദീനിലുണ്ട്. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ ക്രമം എങ്ങനെയാണ്? ഒരാള് ഒരു തിന്മ കണ്ടാൽ അയാൾ അതിനകത്ത് ഇക്റാഹ് ഇല്ലേ? അംറു ബിൽ മഅറൂഫ് എങ്ങനെ ചെയ്യേണ്ടത്? എന്താണ്? മിനൽ മുൻകർ അല്ലേ? അനിൽ മുൻകർ ഉണ്ട്. അപ്പൊ ഈ തിന്മ തടയുക, അതിന്റെ ഒരു ക്രമം എങ്ങനെയാണ്? ആദ്യം എന്തുകൊണ്ടാ തടയേണ്ടത്? കൈകൊണ്ടല്ലേ? നിങ്ങളെങ്ങനെ മനസ്സിലാക്കിയേ? അല്ല, അങ്ങനെയല്ലേ? നിങ്ങൾ പറയേ. കൈകൊണ്ട് തടയണം. അതിന് കഴിയുന്നില്ലെങ്കിൽ വാക്കുകൊണ്ട് തടയണം. അതിന് കഴിയുന്നില്ലെങ്കിൽ ഒരു മനസ്സുകൊണ്ടെങ്കിലും അതിനെ വെറുക്കണം. അങ്ങനെയല്ലേ? അല്ലേ?
അപ്പോ കൈകൊണ്ട് തടയുക, വാക്കുകൊണ്ട് പറയുക എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിലുള്ള ബലാത്കാരം തന്നെയല്ലേ, ബലപ്രയോഗം തന്നെയല്ലേ. ഇപ്പൊ ഒരു കാര്യം ഒരാൾ ചെയ്യുന്നു, അയാളെ കൈകൊണ്ട് തടയുന്നു എന്ന് പറഞ്ഞാൽ ബലാത്കാരം തന്നെയല്ലേ, ദീനിലുള്ള ഒരു ബലാത്കാരല്ലേ. വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടിയുള്ള ബലാത്കാരം ഇല്ല എന്നാണ് പറയണമെങ്കിൽ അത് ഇവിടെ എങ്ങനെയാണ്, ഈ ഇത് ആയത്തുമായിട്ട് എങ്ങനെ ഏത് മാച്ച് തെറ്റ് ആവും? ചെയ്യുമ്പോഴാണ്? എന്ത് തെറ്റായിക്കോട്ടെ, അല്ല നിങ്ങള് ഒരു വിഷയം എടുത്തിട്ടല്ലേ അപ്പം പറയാൻ അല്ല എന്തും മനസ്സിലാക്കാം. ആവാന്ന്. ഇപ്പൊ തെറ്റ് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഇസ്ലാം എവിടെ പറഞ്ഞതാ? ഫിഖിന്റെ കിതാബ് പറഞ്ഞതാ? അല്ലേ. നന്മ അത് ഞാൻ കൽപ്പിക്കലും തിന്മ പഠിപ്പിച്ചുതരാം, ശരിക്ക് വിരോധിക്കലും കേട്ടോളി, ശരിക്ക് കേട്ടോളി. ആ മുജുമൗൻ അലൈഹിയായ ഹറാമുൻ, മുജുമൗൻ അലൈഹിയായ ഹറാമുള്ളോടത്ത് ആ ആദ്യം ഇപ്പൊ ഒരാൾ എന്ത് പയ്യ വ്യഭിചരിക്കാണ്, ഉദാഹരണം പറയാ, ഉം അല്ലെങ്കിൽ കള്ളുടിക്കാണ്, കള്ളുടിക്കണ അയാളെ കൈ ഉദാഹരണം എടുത്തോളി. കള്ളുടിക്കാണ്. പോട്ടെ, അതിനേക്കാളും വലിയ തിന്മ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അല്ല ഒരാൾ പൂർത്തിയാക്കണ്ടേ? പലിശക്ക് കടം വാങ്ങുകയാണ്, അപ്പൊ ബാങ്കിൽ ലോൺ അഗ്രിമെന്റ് ഒപ്പിടുകയാണ്. എന്നാലോ കള്ളുടിക്കുന്ന എടുക്ക. കള്ളുടിക്കിനേക്കാളും ചെറിയ തിന്മയല്ലേ, അതിനേക്കാളും വലിയ തിന്മ നിങ്ങൾ പലിശയല്ലേ. ചെറുതാക്കല്. പലിശ ആയിക്കോട്ടെ, പലിശ എടുക്കാം. പലിശ എടുക്കാം. അപ്പൊ അയാൾക്ക് നാട്ടിൽ പലിശക്ക് ഞാനിപ്പോ പലിശക്ക് ലോൺ എടുക്കാൻ വേണ്ടി ഒരു ലോൺ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ ഞാൻ ബാങ്ക് ലോണിന്റെ ആപ്ലിക്കേഷൻ എഴുതി ഒപ്പിടാൻ പോവാണ്. നിങ്ങൾ എങ്ങനെയാണ് പിന്നെ തിന്മ വിരോധിക്കാൻ വേണ്ടി നിങ്ങൾ കൈകൊണ്ട് ഇടപെടുക എങ്ങനെയാണ്? നിങ്ങളെ കാണുകയാണ് നിങ്ങളെ മുന്നിലേ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് പൈസ ഇല്ലാഞ്ഞിട്ട് നിങ്ങൾ നിവർത്തികേട് കൊണ്ട് എടുക്കുകയാണോ പലിശ? എന്തെങ്കിലും ആയിക്കോട്ടെ, അല്ലല്ല, എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള അവിടെ പറയാൻ പാടില്ല. പൈസ നിങ്ങൾ അവസ്ഥ എങ്ങനെ നോക്കണം, നിങ്ങൾ ഫക്കീറാണോ നോക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ അവസ്ഥയ്ക്ക് എത്തിച്ചേർന്നുള്ളത് നോക്കണം. എനിക്ക് പട്ടിണിയൊന്നുമില്ല, ഫക്കീർ മിസ്കീനിന്റെ പരിധിയിലൊന്നും വരൂല. അതിനൊക്കെ ടോപ്പുള്ള ആളാ. അതിനൊക്കെ വകുപ്പുള്ള ആളാണ്. പക്ഷെ എന്റെ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണ്, അത്യാവശ്യം ഒന്നല്ല. എന്തെങ്കിലും ഒരു ബിൽഡിംഗ് ഉണ്ട്, നിങ്ങൾക്ക് ഇനി ഒന്നുകൂടി ഫർണിച്ചർ ഇടാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം. അത്രേ ഉള്ളൂ. അതിപ്പോ നിങ്ങളെ അടിസ്ഥാന കാര്യങ്ങളൊന്നൊരു പൊട്ടത്തെളിവിനുള്ളൊക്കെ കഴിഞ്ഞുണ്ട്. ഉണ്ട്. കായ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, പട്ടിണിയൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മളെ വീട്ടിലെ ഒരു സോഫ ഒന്നും കൂടി മോടി പിടിപ്പിച്ചാൽ കൊള്ളാം, കുറച്ചുകൂടി പതുപതുത്ത പട്ടുമെത്ത ആക്കിയാൽ. മനസ്സിലായി. അപ്പളേ അത് അങ്ങനെ എടുക്കാൻ പാടില്ല, നിങ്ങളെ കൈക്കൊണ്ട് തടയണമെന്നാ. അപ്പൊ ഞാനിത് ഒപ്പിടാൻ പോവാ, അപ്പൊ നിങ്ങളിത് കാണുകയാണ്. നമ്മളൊരു ഇസ്ലാമിക സമൂഹത്തിലാണ്. അപ്പൊ എങ്ങനെയാണ് നിങ്ങളത് കൈകൊണ്ട് തടയുക? അത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതിങ്ങനെ പറ്റൂല സംഗതി, ഇതിങ്ങനെ ഇസ്ലാം ഇങ്ങനെ വിലക്കുണ്ട്, നിങ്ങൾക്ക് സംഗതി മനസ്സിലാക്കി തരാം. അത് പക്ഷെ നിങ്ങൾ പറട്ടെ, ഞാൻ പറട്ടെ. അത് നാക്കൊണ്ടുള്ളതല്ലേ, നാക്കൊണ്ടല്ലല്ലോ. ആദ്യം നിങ്ങളോട് പറഞ്ഞത് കൈകൊണ്ട് തടയാനാണ്. അതെങ്ങനെ തടയും? നിങ്ങൾ ഇങ്ങനെ ഒരു അതിന്റെ അർത്ഥം അറിയോ? നിങ്ങൾ പറഞ്ഞോളി, ഞാൻ അങ്ങനെ അറബി മനുഷ്യനല്ല. അതിന്റെ ഒരു കമ്മി ഉണ്ടെങ്കിൽ അതില്ലാത്തത് ആ ഒരു എന്താ പറയാ, ഭാഷാ പരിജ്ഞാനത്തിന്റെ ആഴം കുറഞ്ഞത് ഇസ്ലാമിന്റെ നല്ല കാലം എന്ന് വിചാരിച്ചാ പോരെ. തൽക്കാലം ദാഴിമാരുടെ അതിനുള്ള കുറവ് പണി ചെയ്യുന്നുണ്ട്. ശരിയായ ഒരു ഗുരുമുഖത്ത് നിന്ന് നല്ലൊരു ഗുരുവിന്റെ മുഖത്ത് നിന്ന് ഓതാത്ത കമ്മിയുണ്ട്. ഇതൊക്കെ സാധാരണ വരുന്നതാ. എനിക്കുണ്ടായിരുന്നു കുറച്ച് മുമ്പ്. നിങ്ങൾക്ക് അങ്ങനെ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗുരുവിന്റെ പേര് പറയാം കേരളത്തിൽ ഇപ്പോ? ഷെയ്ഖുന ഉമർ ഉസ്താദിനെ എടുത്ത് വെക്കും. ഉമ്മർ ഫൈസി മുക്കോ? അല്ല, മൂപ്പരല്ല. മൂപ്പര വ്യക്തിപരമായിട്ട് അധികം പരിചയമില്ല. ഞാൻ ഇപ്പൊ ഉമ്മർ ഉസ്താദിനെ കക്കാട് ഒരാളുണ്ട്, തിരൂരങ്ങാടി കക്കാട്. കക്കാട് മുഹമ്മദ് ഫൈസിയാണോ? അല്ലല്ല, പറ്റൂല. മൂപ്പരായിട്ട് വ്യക്തിപരമായിട്ട് പരിചയമില്ല. അതെന്തോ ഒരു തെരീക്കത്തിലേക്ക് പോയി. അല്ലല്ല, നിക്കട്ടെ. ഇനിയിപ്പോ അത് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ തന്നെ അത് ഇസ്ലാമിന്റെ അകത്തുള്ള തകരാറാണ്. ന്യായീകരിക്കല്ലോ. അതിനെ പറ്റി കൂടുതൽ അറിയില്ല. അല്ലല്ല, അത് പറഞ്ഞു പൂർത്തിയാക്കാൻ ഞാൻ അല്പം കേട്ടോണ്ട് ട്രോളാൻ വരും. അല്ല, ഇത് ഇങ്ങനെയാണ് ഇതിന്റെ വകുപ്പ്. ആദ്യം പലിശന്റെ നിങ്ങൾക്ക് പറഞ്ഞാണ്ട് ഉത്ബോധനം തരണം. പക്ഷെ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടെ ഒരു ഫർണിച്ചർ ഉണ്ടാക്കാനോട് നിങ്ങൾ വാശിക്ക് വേണ്ടിട്ട് പലിശക്ക് പൈസ ഇറക്കുന്ന കൂട്ടുക. അങ്ങനെ നിങ്ങളോട് പറയാതൊക്കെ വേണ്ടി. ഞാൻ ചോദിക്കണത്, ഇപ്പൊ നിങ്ങൾ ഒരാളിത് കാണാണ്, പലിശക്ക് ഞാൻ പലിശ എഗ്രിമെന്റ് ഉണ്ടാക്കാണ്. അപ്പൊ വന്നിട്ട് ആ പേനാണ് വാങ്ങി വലിച്ചെറിഞ്ഞിട്ട് ആ എഗ്രിമെന്റ് വാങ്ങി കീറി കളയുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താണ്?
പക്ഷെ നിങ്ങൾ ആ സമയം അതിന്ന് പിന്തിരിയോ? അതുകൊണ്ട് പിന്തിരിയോ ഇല്ലേ എന്നുള്ള വേറെ കാര്യം. അല്ല, അതൊരു അതിനനുസരിച്ചിട്ടൊക്കെ കൈകൊണ്ട് മസല തടയാനുള്ള വരും. ശ്രമല്ലേ അത് അതിനനുസരിച്ചിട്ടൊക്കെ വരും. അല്ലേ? അത് ഇനി അതിനനുസരിച്ച് അത് മനസ്സിലായി, ഞാൻ പറഞ്ഞ പോയിന്റ്. അപ്പൊ ഇക്രാഹില്ല എന്ന് പറയുന്നത്, ഇക്രാഹില്ലായ്മ എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. ഇക്രാഹ് ഉണ്ട്. വിശ്വസിക്കാനും ഇക്രാഹ് ഉണ്ട്. വിശ്വാസത്തിലിരിക്കുന്ന സമൂഹത്തെ, ഇപ്പൊ ഒരു കുട്ടി നിസ്കരിക്കുന്നില്ല, നിസ്കരിക്കാത്തവനെ അടിക്കൽ ഇക്രാഹല്ലേ? 10 വയസ്സ് കഴിഞ്ഞു, 12 വയസ്സായി, കുട്ടിനോട് നിസ്കരിക്കാൻ പറഞ്ഞു, കുട്ടി നിസ്കരിക്കുന്നില്ല. അവനെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന ദൈവത്തിന്റെ മുമ്പിൽ അവനൊന്ന് വണങ്ങണം. അതിന് വേണ്ടിയിട്ടാണ്. അത് അധികമായിട്ടുള്ള അടി അപ്പൊ അത് അടിക്കാനും പാടില്ല. അല്ല, അതായിക്കോട്ടെ. വൈറ മുബറൈൻ ഗൈറ പൊട്ടാത്ത അടി മുബറ, അടിക്കണം. ആ അതായത് ഒരാളെ നിർബന്ധിക്കാന്നേ ഉള്ളൂ ഇക്രാഹ് പറഞ്ഞാല്. അത് അവനടിക്കണം. അതൊരു ആ മിതമായ പടിയെടുത്തിട്ട്. ആയിക്കോട്ടെ. ഈ ആ നിർബന്ധം എന്ന് ചരിത്രം അറിയില്ല പറയുന്നത് നിങ്ങള്, റസൂലുള്ളാന്റെ. അല്ല, ദീനിൽ ബലാത്കാരം ഇല്ല പറഞ്ഞാൽ ബലാത്കാരം നിർബന്ധം എന്നൊക്കെ പറയുന്നത് നാക്കുകൊണ്ടും ആവാലോ. അത് ചെയ്തിട്ട് ഇജ്ജ് വീട്ടിനകത്തേക്ക് കയറിയാൽ മതി, ഇജ്ജ് നിസ്കരിച്ചിട്ട് വന്നാൽ മതി, എന്നാലേ ചോറ് തരുള്ളൂ, ഇതൊക്കെ ഇക്രാഹാണ്. അതാ കുട്ടിക്ക് ഗുണകാംക്ഷയാണ്. കുട്ടീനെ അതിനും വലിയ ആയിക്കോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് ദീനിൽ ഇക്രാഹ് ഇല്ല എന്ന് പറയുന്നത് നിലനിൽക്കുന്നില്ല. ദീനിൽ ഇക്രാഹ് ഉണ്ട്. പിന്നെ വിശ്വാസപരമായ ഇക്രാഹ് ഉണ്ടോ? വിശ്വാസത്തിലേക്ക് വരാൻ നിർബന്ധിക്കാൻ പറ്റുമല്ലേ? ഇതിൽ മാത്രമേ സംശയമുള്ളൂ, അല്ലേ? ഇങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് വിശ്വാസ സമൂഹത്തിനകത്ത്, വിശ്വാസികൾക്കിടയിൽ, വിശ്വാസത്തിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന, പണ്ഡിത നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ, ഉദാഹരണത്തിന് ഞങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. പണ്ട് ഇപ്പൊ നിങ്ങൾ നേരത്തെ പേര് പറഞ്ഞ ആ ഫൈസി ഉസ്താദ്, ഉമർ ഫൈസി മുക്കം ആണെന്നാണ് എന്റെ ഓർമ്മ. ഒരു 10ാം ക്ലാസ് ജയിച്ച ഒരു കുട്ടി സ്റ്റേജിലേക്ക് കയറി വരികയാണ് സമ്മാനം വാങ്ങാൻ. പേര് വിളിക്കുന്നു. അപ്പോ വിജയികളെ അനുമോദിക്കാൻ വേണ്ടി നടത്തിയ ഒരു പരിപാടിയിലേക്ക് ഒരു പെൺകുട്ടിയുടെ പേര് വിളിക്കുന്നു. 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ ഇന്ന കുട്ടി കയറി വരണം. ആ കുട്ടി കയറി വരുന്നു. അവിടെ ഈ ഫൈസി ആണെന്നാണ് എന്റെ ഓർമ്മ കേട്ടോ. ഞാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ആ വീഡിയോ ഭാഗത്തിന് കൂടെ കേൾപ്പിക്കാം. ഇങ്ങനെ വന്നിട്ട് ഈ കുട്ടിയോട് പറയുന്നത്, ആരാണ് ഓൾ ഇങ്ങോട്ട് വിളിച്ചത്? ഓളെ എന്തിനാണ് വിളിച്ചത്? സമസ്തന്റെ വിവരം നിങ്ങൾക്ക് അറിയില്ലേ? പെൺകുട്ടികൾ അങ്ങനെ സ്റ്റേജിൽ വിളിക്കാൻ പറ്റുമോ? സമസ്തന്റെ നിലപാട് നിങ്ങൾക്ക് അറിയില്ലേ? എന്നൊക്കെ പറഞ്ഞിട്ട് യാതും ചീത്ത പറയുകയും, ആ വന്ന കുട്ടി ഇറങ്ങി പോവുകയാണോ അതിന് സമ്മാനം മേടിക്കുകയാണോ എന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. ആ കുട്ടീനെ ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. ഇതൊരു തരം ഇക്രാഹാണ്, അല്ലേ? എന്നിട്ട് ആ കുട്ടി അല്ല, അതൊരു ഇക്രാഹാണ്. ആ കുട്ടിയോടായാലും ആ സംഘാടകരോടായാലും അവിടെ ഉമർ ഫൈസിയുടെ ഇടപെടൽ എന്ന് പറയുന്നത് ഒരു നിർബന്ധ ബുദ്ധിയാണ്. അപ്പൊ ഈ മതസമൂഹത്തിനകത്ത് ഇക്രാഹ് നടത്താനും മതസംഘടനാ നേതൃത്വത്തിനും പണ്ഡിത നേതൃത്വത്തിനും ഇസ്ലാമിക സമൂഹത്തിന് മുകളിൽ നിർബന്ധിതമായിട്ടുള്ള ഈ സമ്മർദ്ദം ചെലുത്താൻ ഭരണാധികാരികൾക്കും ഖലീഫമാർക്കും ഒക്കെ അവകാശം ഇസ്ലാമിൽ ഉണ്ട് എന്ന്. കുറച്ചുകൂടി ലളിതമായിട്ട് ഉദാഹരണം പറഞ്ഞാല്, മദീനയിലും മക്കയിലും അല്ലെങ്കിൽ സൗദി അറേബ്യയിലൊക്കെ താമസിക്കുന്ന മനുഷ്യന്മാര് പള്ളിക്ക് ബാങ്ക് കൊടുത്തിട്ട് ജമാഅത്തിന്റെ സമയത്ത് റോട്ടിൽ കണ്ട പോലീസന്മാര് തല്ലിയുന്നില്ലേ? ഉണ്ടായി. അല്ല, തല്ലിയുന്നില്ല. ഇപ്പണ്ടോ ഇല്ല എനിക്കറിയില്ല. അത് ഇക്രാഹല്ലേ? അപ്പൊ ഇക്രാഹ് എന്ന് പറയുന്നത് വിശ്വാസ സമൂഹത്തിനകത്ത്, വിശ്വാസികൾക്കിടയിൽ, വിശ്വാസികളുടെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ എല്ലാ കാലത്തും ഇക്രാഹ് നിർത്തുന്നുണ്ട്. പിന്നെ ഇക്രാഹ് ഇല്ല എന്ന് പറയാൻ ശ്രമിക്കുന്ന സാധനം, ദീനിൽ വിശ്വസിക്കാൻ ഇക്രാഹ് ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ. നിങ്ങൾ നിർബന്ധമായിട്ട് വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ബലപ്രയോഗമുണ്ടോ? ഇതാണല്ലോ തർക്കം. ആ തർക്കത്തിലാണ് ഞാൻ നിങ്ങളോട് സൂറത്ത് തൗബയിലെ 29ാമത്തെ വചനം പറയുന്നത്. വിശ്വസിക്കാത്ത വേദക്കാരോട് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളോടും ജൂതന്മാരോടും, വിശ്വസിക്കാത്തവരോട്, അള്ളാഹുവിന്റെ ദീനിനെ ദീനായി അംഗീകരിക്കാത്തവരോട്, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കാത്തവരായിട്ടുള്ള വേദക്കാരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക, അവർ കീഴടങ്ങി കയ്യോടെ കപ്പം തരുന്നത് വരെ എന്ന് പറയുന്നത് വിശ്വസിക്കാൻ വേണ്ടിയിട്ടുള്ള ബലാത്കാരമാണ്, അക്രമ ഭീഷണിയാണ്. ഞാൻ ചോദിക്കുന്നത്, ലാ ഇക്രാഹ ഫിദ്ദീൻ എന്ന് പറയുന്നതും ഈ സൂറത്ത് തൗബയിലെ 29ാമത്തെ വചനവും ഇതിലേതാണ് ഇപ്പോൾ വാലിഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നിലനിൽക്കുന്ന നിയമം? ഇതിലേതെങ്കിലും ഒന്ന് നിലനിൽക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് വൈരുദ്ധ്യാണ്. വൈരുദ്ധ്യം ഒരിക്കലും വരില്ല. ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യല്ലേ? ദീനിൽ ബലാത്കാരമില്ല, വിശ്വാസ കാര്യത്തിൽ ബലാത്കാരം പാടില്ല, ബലപ്രയോഗം പാടില്ല എന്ന് പറയുകയും വിശ്വസിക്കാത്തതിന്റെ പേരിൽ ഒരു ജനതയോട് അക്രമം പ്രവർത്തിക്കണം എന്ന് പറയുകയും തമ്മിലുള്ള വൈരുദ്ധ്യമുണ്ട്. അപ്പൊ പ്രശ്നമല്ല, ഇതിൽ ഏതോ ഒരെണ്ണം. രാജ്യത്ത് ടാക്സ് കൊടുത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങളല്ലേ? അല്ല, അല്ല, അന്യദേശത്തുള്ള ഒരു ജനസമൂഹത്തിനോട് സ്വീകരിക്കേണ്ട സമീപനാണ് ഈ പറയുന്നത്.
രണ്ടും ഒന്നുകിൽ ഈ വൈരുദ്ധ്യം ഖുറാനിലുണ്ട്, അല്ലെങ്കിൽ ഇതിലേതോ ഒന്ന് പിന്നെ എന്താ പറയാ നാസിഖാണ്. അത് നിങ്ങൾക്ക് തോന്നിയൊക്കെ നസീഹാക്കാൻ പറ്റില്ല. അത് ഇമാമിങ്ങൾ പറഞ്ഞിരണം. അത് നിങ്ങൾ പറയും നാസിഖ് മൻസൂഖ് ഉണ്ടോന്ന്. അതെ, അതിനവിടെ എന്താണ് ഇതിലൊന്ന് ഉദ്ദേശം നാസിഖ് എന്നുള്ളത് ഒന്ന് നോക്കണം. മൻസൂഖാണെങ്കിൽ കുഴപ്പമില്ല. അതിന് ആ പറഞ്ഞത് കൊണ്ട് എന്താ ഉദ്ദേശം എന്നുള്ളത് നോക്കണം. ഇതിന് ടാക്സ് കൊടുക്കുന്ന പരിപാടി അതുണ്ട്. പക്ഷെ അതിന് നിലവിൽ ഏതെങ്കിലും രാജ്യത്തുണ്ടോ ഉള്ളതെന്നില്ല എന്റെ അറിവിലില്ല കേട്ടോ. നിങ്ങളെ അറിവിലുണ്ടോ? ഏത് ഞാൻ ചോദ്യം ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിം സഹോദരങ്ങൾ ഏതിലാ പെടുക? നിങ്ങൾ പറയും. അല്ല ഇന്ത്യ രാജ്യം ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിലുള്ള പ്രദേശം അല്ലല്ലോ. അല്ല അതന്നെ ചോദിക്കണേ, ഏതിലാ പെടുക? ദിമ്മിയോ ഹർബിയോ? അത് ഇന്ത്യ രാജ്യത്ത് ദിമ്മിയാവും എങ്ങനെ? ഇന്ത്യ ഏതിലാ പെടുക? രാജ്യത്ത് അല്ല, ഞാൻ ഇസ്ലാമിക ഇതിനോട് ഭരണമല്ലല്ലോ. നിങ്ങൾ അടുത്ത ഇത് വിഷയത്തേക്ക് പോവാണ്. ഇത് ദാറുൽ ഹർബ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാർ നിങ്ങൾക്കിടയിൽ ഇല്ലേ? നിങ്ങൾ ഈ വിഷയം പൂർത്തിയാക്കി. ഇത് ഏതാ രാജ്യം? ഏത്? ഇന്ത്യ രാജ്യം. ഇത് ദാറുസലാമാണെന്നും ദാറുൽ ഹർബാണെന്നും പിന്നെ വാദമുള്ള ആൾക്കാരുണ്ട്, ഇല്ലേ? നിങ്ങൾക്ക് അറിയില്ലേ? ദാറുൽ ഹർബ് പറഞ്ഞാൽ ദാറുൽ ഹർബ് പറഞ്ഞ യുദ്ധം ആവശ്യമുള്ളത് അങ്ങനെയാണ് വാദിക്കണേ. ആൾക്കാരുണ്ട്. അപ്പൊ ഇല്ലില്ല, അത് അതിന്റെ ശരിയല്ല. പറഞ്ഞുതരാം. കംപ്ലീറ്റ് ദാറുസലാമാണോ, ദാറുൽ ഇസ്ലാമാണോ, ദാറുൽ ഹർബാണോ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ട്, അല്ലെങ്കിൽ ദാറുൽ ഹർബ് ആകണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഇത് സത്യല്ലേ? ദാറുൽ നിങ്ങൾക്ക് ഹർബ് കിട്ടിയ ആയാൽ ജിഹാദ് ആഗ്രഹിക്കുന്നവരുണ്ട് ഇനേബിൾ ആവും. നിങ്ങൾ മറ്റുള്ള മനസ്സ് കാണുന്നുണ്ടോ? ദാറുൽ ഹർബ് ആയാൽ ജിഹാദ് ഇനേബിൾ ആവൂലേ? ഇത് ഇന്ത്യ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനാത്വത്തിൽ ഐക്യത്യം എന്ന് പറയുന്ന നിലപാട് ഉയർത്തിക്കൊണ്ട് അതാണ് സമസ്ത എപ്പോഴും പറയല്. ഇവിടെ സമസ്ത ജോസഫും പറയണ മുഹമ്മദും നമുക്ക് ഇസ്ലാം ദീനിലേക്ക് വരും. കൃഷ്ണനും ഒരുമിച്ച് കഴിഞ്ഞ ഞാൻ രാജ്യം. ചോദിച്ചത് ഇവിടെ അങ്ങനെ ഉണ്ട് ഉയർത്തി അതിലേക്ക് നമുക്ക് കാണിക്കല്. വരാം. നിങ്ങൾക്ക് എന്തെന്ന് കാണിക്കാൻ പറ്റുമോ? ഇന്ത്യയെ കുറിച്ചുള്ള ചർച്ചയിലേക്ക് നമുക്ക് വരാം. നമുക്ക് ആദ്യം ഈ വചനം, ഇതിൽ ഏതാണ് നാസിഖ് ഏതാണ് മൻസൂഖ് എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. ലാ ഇക്റാഹ ഫിദ്ദീൻ. ദീന് ബലാത്കാരമായിട്ട് ദീനിൽ കാര്യമില്ല. മനസ്സാണ് പ്രധാനം. എന്ത് തൗഹീദിന്റെ വിഷയത്തിൽ. അല്ല, അത് പോട്ടെ. നമുക്ക് ഇസ്ലാം ഇന്ത്യ അത് ദാറുൽ ഹർബാണോ ദാറുസലാമാണോ ദാറുൽ ഇസ്ലാമാണോ അതൊക്കെ നമുക്ക് സംസാരിക്കാം. നിങ്ങൾ ഇതിലേക്ക് വരി. അതായത് ലാ ഇക്രാഹ ഫിദ്ദീൻ എന്ന് പറയുന്ന വചനവും ഈ വചനവും ഇതിലൊന്ന് ഇവിടെ തഫ്സീർ ഇല്ല, അതാണ് ചർച്ച. എന്താ കഥ? അല്ല, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവൂലേ? അല്ല, നിങ്ങളങ്ങനെ പെട്ടെന്ന് ചില വിഷയം ചോദിച്ചു കഴിഞ്ഞാല് ദീൻ ഇങ്ങനെ പരന്ന് കിടക്കാണ്. ഇപ്പൊ നിങ്ങള് മുജ്മുഅനലി ചോദിച്ചില്ല ആറാമ്, അത് ഫത്തുൽ മീൻ എടുത്തെന്നല്ല ഞാൻ പറഞ്ഞത്. അവിടെ തന്നെ ഫിത്തിനെ പേടിക്കാണ് വേറെ മസലാണ്. ഞാൻ ചങ്ങായിനോട് പറഞ്ഞു കഴിഞ്ഞാൽ പലിശക്ക് പൈസ അടക്കെടുത്തിട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബിസിനസ് നടത്താനുള്ള പൈസ എടുക്കും. അങ്ങനെയാണെങ്കിൽ പറയരുത് എന്നാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ ഒരാളോട് കള്ള് കുടിക്കരുത് എന്ന് പറഞ്ഞാൽ അവനെ അനുസരിക്കും, അവനോട് പറയണം. പിന്നെ അവനോട് പറഞ്ഞ് കുടിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വാശിക്കും വേണ്ടിയിട്ട് 2 കുപ്പി കുടിക്കെങ്കിൽ, ഉദാഹരണം പറയാണ്, 1 കുപ്പി കുടിക്കണ ആള് 2 കുപ്പി കുടിക്കെങ്കിൽ അവനോട് കുടിക്കാൻ പറയരുത് എന്ന്. അങ്ങനെ മസലുണ്ട്. നീ കുടിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദ്രവിക്കും, എന്നാ പറയല് നിർബന്ധമല്ല. അങ്ങനെ മസലുണ്ട്. അങ്ങനെയൊക്കെ വകുപ്പുണ്ട്. അതേമാതിരി ലാ ഇക്റാഹ ഫിദ്ദീനും അതേമാതിരി ഇസ്ലാമിക ടാക്സ് കൊടുത്ത് എന്തായാലും ഇവിടെ ടാക്സ് കൊടുത്തിട്ട് ജീവിക്കാവും. നിങ്ങൾ ഈ പറഞ്ഞതിൽ അത് കിതാബ് കാണാതെ പറയാൻ ധൈര്യമില്ല. അപ്പൊ നിങ്ങള് സമയം എടുത്ത് പറഞ്ഞോളി. അപ്പൊ ഇത് നമുക്കത് തീരുമാനമാക്കണം. അതായത് ലാ ഇക്റാഹ ഫിദ്ദീൻ ആണോ അതോ ഇസ്ലാം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ കയ്യോ കീഴടങ്ങി കപ്പം കൊടുക്കുകയോ ചെയ്യുന്നത് വരെ യുദ്ധം ചെയ്യലാണോ ഇപ്പോൾ നിയമമുള്ളത്? ഏതാണ് റദ്ദ് ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് തമ്മിൽ? ഇതില്ലെങ്കിൽ ഇതിന് ജമ ചെയ്യണ്ടേ? ഇത് നിങ്ങൾ യൂട്യൂബിൽ വിടുന്ന ചെറിയൊരു തകരാറുണ്ട്. കാരണം ഇത് നമ്മളെപ്പോഴും വെച്ച് സംസാരിക്കണാണ്. യൂട്യൂബിൽ വിടുന്ന പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളെ അവസ്ഥയിൽ നിൽക്കുന്നത് എന്റെ അവസ്ഥയിൽ നിൽക്കുന്നത് ഇതിന്റെ ഇടയിലൊക്കെ നിൽക്കുന്ന കുറെ മനുഷ്യന്മാര്, ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ ആഗ്രഹിക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട്. അവരുടെ ചിന്തയിലേക്ക് കൊടുക്കാനാണ്. അല്ല ഇപ്പൊ നമുക്ക് ഇതെന്താ കാര്യം? ആളുകൾ ചിന്തിക്കട്ടെ, പഠിക്കട്ടെ, സംസാരിക്കട്ടെ. ഇപ്പൊ നമ്മൾ നോക്കണ പോലെ തന്നെ നിങ്ങൾ തഫ്സീർ നോക്കാൻ പോകുന്ന പോലെ തന്നെ വേറെ ഉസ്താദ്മാര് ചിലപ്പോൾ ഇത് കേട്ടിട്ട് തഫ്സീർ എടുത്ത് നോക്കും, ഇല്ലേ? ഇത് പഠിക്കുന്ന മുതാലിമീങ്ങൾ നോക്കും, കേൾക്കുന്ന സാധാരണക്കാർക്കും ഇതൊക്കെ ആക്സസ് ഉണ്ട്. എന്റെ അഭിപ്രായത്തില് ഇത് പിന്നെ ഇബ്നു കസീറിന്റെ ഒക്കെ അഭിപ്രായത്തില് ലാ ഇക്റാഹ ഫിദ്ദീൻ ഈ 29 വചനം കൊണ്ട് റദ്ദ് ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ കേട്ടോ. നീ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിപ്പോയാല്
അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതില് വളരെ ഫിറ്റ് ആവണുണ്ടല്ലോ. ഏ അങ്ങനെയാണെങ്കിൽ മറ്റേതിന്റെ മാതിരി ഫിറ്റ് ആവണ്ടല്ലോ. ഏത് എനിക്ക് വലിയതിന് ഇന്ന ദിന എന്തുള്ള ഇസ്ലാമൊക്കെ. അതാ പറഞ്ഞ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് ഒന്നുകിൽ ഇത് വൈരുദ്ധ്യാണ്, അല്ലെങ്കിൽ വൈരുദ്ധ്യം ഒരിക്കലും ഖുർആനിലില്ല. വൈരുദ്ധ്യമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ അള്ളാഹ് ഒരു ആയത്ത് ഇറക്കുന്നു, എന്നിട്ട് പിന്നെ വേറൊരു ആയത്ത് അതിന് വിരുദ്ധമായ ഒരു ആയത്ത് ഇറക്കുന്നു, എന്നിട്ട് ആദ്യത്തെ ക്യാൻസൽ ചെയ്യുന്നു. അപ്പൊ അതിൽ വൈരുദ്ധ്യം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാരണം ഇത് ലൗഹുൽ മഹഫൂദില് പണ്ടേ രേഖപ്പെടുത്തി വെക്കപ്പെട്ടതും അള്ളാഹ്ക്ക് പണ്ടേ അറിയുന്നതും അല്ലേ. അതിന് ഒരു സമയം വരെ ഹുക്കുമ് വിധി മതി എന്നുള്ള അള്ളാഹ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ആ അപ്പോ പിന്നെ കഴിഞ്ഞാൽ ഓതുന്നതിന് കൂലിട്ടും. അതിന്റെ ഹുക്കുമ് നിലവിലില്ല. ഹുക്കുമില്ലാത്തൊരു വചനം ഓതിയിട്ട് കൂലി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് കുരുല്ലാത്ത ചക്കക്ക് ഉറക്കൊഴിക്കുന്നത് ഏർപ്പാടല്ലേ. നിങ്ങൾ ആ ഉദാഹരണം വെച്ച് ഇതിമക്ക് പിറ്റാക്കണ്ടേ. ഇതിങ്ങനെ അതിന്റെ വകുപ്പ്. അല്ല, ആ വകുപ്പ് പറഞ്ഞ ചില ഗതികേടിന്റെ വകുപ്പല്ലേന്ന് ഞാൻ ചോദിക്കണേ. ഇറക്കിപ്പോയി നിങ്ങൾ ഓതി കൂലി എടുത്തെങ്കിലും കൊടുക്കട്ടെ എന്ന്. ഹുക്കുമൊക്കെ അങ്ങ് ഇല്ലാതാക്കിയാണ്. പിന്നെ അങ്ങനെ നമ്മള് കഴിഞ്ഞ മുമ്പത്തെ ഇതിൽ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അസുഖം മൻസൂബത്ത് സർഫാക്കിയതൊക്കെ ഓർമ്മല്ലേ. അപ്പൊ ജനാപത്ത് കുളിന്റെ അവിടെയൊക്കെ അങ്ങനെ പറഞ്ഞേനെ. അല്ല, ഈ വെള്ളിയാഴ്ച ജുമയ്ക്ക് വരുന്ന സമയത്ത് കുളി നിർബന്ധമായിരുന്നു. വെള്ളിയാഴ്ച ജുമ ജനാപത്തല്ല. ആദ്യകാലത്ത് നിർബന്ധമായിരുന്നു. കാരണം ഇങ്ങോട്ട് വന്നിട്ട് വിശ്വാസികൾ വന്നിട്ട് മോമിനിയങ്ങൾ വന്നിട്ട് സൂര്യൻ സ്മെല്ലൊക്കെ ആയിട്ട് പിന്നീട് അത് നിർബന്ധം എന്നുള്ള ഹുക്കുമ് മാറ്റി. ഇതൊക്കെ ഒരു ദൈവികമായ നിയമത്തിന്. ഇപ്പൊ നോക്കൂ, അതിലിപ്പോ ഒരു കാലഘട്ടം വരേക്ക് അനുവദിച്ചു കൊടുക്കേണ്ട അത്യാവശ്യം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അത് ശുദ്ധമായ വിവരക്കേടല്ലേ. എന്തുകൊണ്ട്? ഇപ്പൊ ജുമ തുടങ്ങുന്ന സമയത്ത് ജുമക്ക് കുളിക്കൽ നിർബന്ധമാണ് എന്നാക്കുകയും പിന്നീട് അത് ആളുകൾക്ക് ബുദ്ധിമുട്ടായി തോന്നിയപ്പം അത് ആ നിർബന്ധം എന്നുള്ള ഹുക്കും എടുത്തുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇത് പരീക്ഷിച്ചതിന് ശേഷം മാത്രം ബുദ്ധിമുട്ടുണ്ടാവും എന്ന് മനസ്സിലാവുന്ന ഒരാളാണ് ദൈവത്തിന്റെ റോൾ എടുത്തത് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി തന്നെയാണ് ഈ നിങ്ങൾ പറയുന്ന അള്ളാഹു എന്നല്ലേ ഇന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി വേറൊരു ഉദാഹരണം പറയാം. ഇപ്പൊ റമദാൻ മാസമാണല്ലോ. റമദാൻ മാസത്തില് ആദ്യ കാലങ്ങളിൽ ശാരീരിക ബന്ധവും അനുവദിക്കപ്പെട്ടിരുന്നില്ല, ശരിയല്ലേ? എന്നിട്ട് രാത്രി കാലങ്ങളിൽ സഹാബിമാര് തറാവി കഴിഞ്ഞ് ചെന്നിട്ട് അവിടെ പിന്നെ അവരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും സുഖാസ്വാദനങ്ങൾ നടത്തുകയും ചെയ്യും. ഇത് നബി അറിഞ്ഞു. മറ്റു സഹാബിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വകാര്യം പറഞ്ഞിട്ടും അല്ലാതൊക്കെ ആയിട്ട് നബിന്റെ അടുത്ത് ഈ വാർത്ത എത്തി. രാത്രി വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഇവർ കാണിക്കുന്ന കുന്തിരിമ നബിക്ക് പിന്നീട് പല വഴി മനസ്സിലായി. അപ്പൊ അള്ളാഹു അനുവദിച്ചു, അള്ളാഹു അപ്പൊ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അള്ളാഹ് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം രാത്രിയുടെ മറവിൽ ഇവര് ഇരുട്ടത്ത് ചെയ്യുകയാണെങ്കിൽ അത് വലിയ സ്വീപ്പാണല്ലോ. എന്നാൽ അവർക്ക് അങ്ങനെ ഒരു അത്യാവശ്യം ഉണ്ട്, അത് ബുദ്ധിമുട്ടാണെങ്കിൽ ഇന്ന് രാത്രി കാലങ്ങളിൽ അത് ഒഴിവാക്കി കൊടുക്കാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പൊ ജനാപത്തോട് കൂടി വേണമെങ്കിൽ നോമ്പിലേക്ക് പ്രവേശിക്കാം അല്ലെ? സുബീക്ക് മുമ്പ് കുളിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. നിസ്കാരം ശരിയാണെങ്കിൽ ജനാപത്ത് കുളിച്ച് ഒളു ഉണ്ടാക്കി മാത്രമേ സുബി നിസ്കാരം ശരിയാവുള്ളൂ. പക്ഷെ നോലുമ്പിൽ പ്രവേശിക്കണമെങ്കിൽ ജനാപത്തിന്റെ കുളി വലിയ അശുദ്ധി പ്രശ്നമല്ലേ. ഇന്നാ ഹൈല് കൊണ്ട് അശുദ്ധി ഉണ്ടാവുന്ന സ്ത്രീയെ സംബന്ധിച്ച്, വലിയ അശുദ്ധി ഉണ്ടാവുന്ന സ്ത്രീയെ സംബന്ധിച്ച് നോൽമ്പ് നോൽക്കാനും പറ്റൂല. അങ്ങനെയല്ലേ? ഓല ക്ഷീണങ്ങൾ വിടി, ഹുക്കുമിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ നോലുമ്പ് കാലത്ത് ആദ്യം ഒരു മനുഷ്യൻ, ഇപ്പൊ പ്രത്യേകിച്ച് ഇസ്ലാം പോലെയുള്ള ഒരു എന്താ പറയാ അങ്ങേയറ്റത്തെ ധാർമ്മികത അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മതത്തിന് ഈ വ്രതം അല്ലെങ്കിൽ മനുഷ്യന്റെ ആത്മനിയന്ത്രണമൊക്കെ പരിശീലിപ്പിക്കപ്പെടുമ്പോ ആദ്യം പരിശീലനം കൊടുക്കേണ്ടത് ഒരു 30 ദിവസം ഈ പറഞ്ഞ ശാരീരിക ബന്ധത്തിൽ നിന്ന് വിമുക്തി നേടിയിട്ട് അതിനോടുള്ള ത്വര അടക്കി പിടിക്കാനുള്ള ആ ഒരു ആത്മനിയന്ത്രണം പഠിപ്പിക്കണ്ടേ ആദ്യം. അത് ആദ്യകാലത്ത് നിയമം ഉണ്ടായിരുന്നു, പിന്നീട് കാലത്ത് അത് നിയമം അല്ലാതായി. ഇടപെടലല്ലേ ആണ്. ഉമ്മറിന് കാര്യം മനസ്സിലായി. സഹാബിമാര് രാത്രി പോയിട്ട് വലിയ കലാപരിപാടികൾ വേറെ നടക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി. അപ്പൊ ഉമർ അത് നബീനോട് പറഞ്ഞു, ഇത് ഇങ്ങനെ ശരിയാവില്ല കേട്ടോ, ഇത് ഓൽക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പറഞ്ഞു. അപ്പൊ അള്ളാഹ് ആയത്തിറക്കി കൊടുത്തു, രാത്രി നിങ്ങള് രാത്രിയുടെ മറവിൽ ചെയ്യണൊക്കെ അള്ളാഹ്ക്ക് മനസ്സിലാവുണ്ടെന്ന്. ഇല്ലേ? ആയത്തില്ലേ? മുസ്ലിം പറഞ്ഞതിന്റെ അർത്ഥം എന്താ നിങ്ങൾ മനസ്സിലാക്കി? എന്തായാലും ഇതൊക്കെ തന്നെയല്ലേ മുസ്ലിം പറഞ്ഞാല്. പല രീതിയിൽ ആണ് ഇതിനർത്ഥം പറയാ. ഇസ്ലാമിന്റെ അർത്ഥം ചിലപ്പോ പറയും എന്താ പറയാ കീഴൊതുങ്ങിയത്, ചിലപ്പോ പറയും രക്ഷ നേടിയത്, സലാമത്ത്, പല അർത്ഥം പറയാലോ.
അതൊരു വാക്കിന് തന്നെ പല അർത്ഥം വെക്കണുണ്ടേ. ഉണ്ട്. അത് അവസരത്തിനൊത്ത അർത്ഥം വെക്കും. അങ്ങനെ പല സ്ഥലങ്ങളിൽ അങ്ങനെയുണ്ട്. അതാണ് ഈ മുസ്ലിം എന്ന ഒതുങ്ങിയവൻ അല്ലെങ്കിൽ ഒതുങ്ങിയവൻ, കീഴൊതുങ്ങിയ നിയമത്തിന് കീഴൊതുങ്ങിയ. ദൈവത്തിന് വഴിപ്പെട്ടവൻ എന്നാണ് അതിന്റെ അർത്ഥം. അതെ. അപ്പൊ രക്ഷ ഈ മുസ്ലിം പ്രാപിച്ചവന് വേറൊരു അർത്ഥമുണ്ട്. അത് സാഹചര്യം നോക്കണം. ഇവിടെ ഇപ്പൊ നമ്മള് അതെ. വെക്കണേ വഴിപ്പെട്ടവൻ. ആ അപ്പൊ അങ്ങനെയാണ് അവിടുത്തെ നിയമങ്ങള്. ആ ഇപ്പൊ നമ്മള് മുമ്പ് ചർച്ച ചെയ്തിരുന്നു. ഇപ്പൊ അല്ല, ഈ ഞാൻ ചോദിക്കണത്, രാത്രിയുടെ മറവിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യമൊക്കെ അള്ള നല്ലോണം കാണുന്നുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഒഴിവാക്കി തരാൻ രാത്രി കാലങ്ങളിൽ പക്ഷെ ശക്തമായിട്ടൊന്നും കൽപ്പിക്കൂല. ഒരാൾക്ക് നോമ്പ് നോൽക്കാൻ കഴിയൂല, അങ്ങോട്ടും പറയണം എന്തായാലും നോമ്പ് നോറ്റിട്ട് നോൽക്കന്നെ വേണം. അങ്ങനെ ഒരു കൽപ്പന ഇസ്ലാമിലില്ല. ഉണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? എന്താ പറഞ്ഞത്? നോലമ്പിന്റെ കാര്യത്തിലുള്ളൂ ഇല്ലാത്ത, നിസ്കാരത്തിന്റെ കാര്യത്തിലുണ്ട്. നിന്ന് തന്നെ നിസ്കരിക്കണം എന്ന് പറഞ്ഞില്ലല്ലോ കഴിയാത്തവനോട്. കിടന്ന കിടപ്പിൽ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് അതിൽ ചെയ്യണം എന്നല്ലേ പറയണേ? അത് അത്തരം കഴിയില്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ ചെയ്താൽ മതി എന്നല്ല, അങ്ങനെ ചെയ്യണം എന്നല്ലേ? അതിനിപ്പോ ഉദാഹരണം പറയാം, ഒരാൾക്ക് പറ്റങ്ങെടുതായി പോയി, ഞാൻ ചോദിക്കണത്, ഈ ആക്സിഡന്റ് ആയി പോയി. നോലമ്പ് കാലത്ത് ഇവര് ഈ ശാരീരിക ബന്ധത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയാത്ത സഹാബിമാർക്ക് പിന്നീട് അതിൽ ഇളവ് അനുവദിച്ചു കൊടുത്തത് ആരാണ്? ഉമ്മറാണോ, മുഹമ്മദ് നബിയാണോ, അള്ളയാണോ? അത് സ്വഹാബിന്റെ ഇടപെടൽ മുഖാന്തരമായിട്ട് അള്ളാഹു താല ഒന്നുകൂടി അളവാക്കി അപ്പൊ തന്നതാണ്. ഈ അള്ളാഹു എന്ന, ഞാൻ പറയണോണ്ട് എന്റെ ഒരു വികാരം കൊണ്ട് പറയണേ, ഈ അള്ളാഹു എന്ന ഒരു മണ്ണുണ്ണിക്ക് ഉമ്മർ പറയുന്നതിന് മുമ്പ് അറിയില്ലേ സഹാബികളുടെ അടുത്ത് ഇത് പറഞ്ഞാൽ നടക്കൂല എന്നുള്ളത്? അത് അള്ളാഹു ജല്ല ജലാലുഹു ആ സമയം വരെ അത് ദുർബലപ്പെടുത്തുന്നതാണ്. അത് ഒരു ഈ മുസ്ലിം എന്ന് ദുർബലപ്പെടുത്താൻ വേണ്ടി ശക്തിപ്പെടുത്തുന്ന ആയത്തിറക്കുന്നത് എന്തിനാണ്? അതൊരുപാട് നാസിഹ മനസ്സുവാക്ക ഉണ്ടാവും. അതിലൊന്നും എന്തിന്? ബേജാറാകാനില്ല. ഒന്നുകൂടി നോയമ്പ് കാലത്ത് സഹാബിമാർക്ക് ഇങ്ങനെ കൺട്രോൾ കിട്ടൂല എന്ന് അള്ളാഹ്ക്ക് അറിയില്ലായിരുന്നോ? അതാണ് ചോദ്യം. അള്ളാഹ്ക്ക് കൂടെ ഒന്നും അറിയില്ല. പിന്നെ എന്തിനാ ഉമർ വന്ന് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ വരുന്നത്? അതൊന്നുകൂടി അളവ് കൊടുക്കാണ്, ഒന്നുകൂടി സന്ദേശം കൊടുക്കാണ് ദീനില്. അപ്പൊ അത് ആദ്യം അള്ളാഹ്ക്ക് അറിയില്ല ഇത് ഈ ചങ്ങായിമാരെയും കൊണ്ട് കൂട്ടിയാ കൂടൂല എന്നുള്ളത്? നോമ്പിന്റെ നിയമം ഉണ്ടാക്കുമ്പോ തന്നെ അത് ചെയ്യാമായിരുന്നല്ലോ. നിങ്ങളിപ്പോ പിരാന്ത് പിടിപ്പിച്ചണേ? ഞാൻ പിരാന്ത് പിടിക്കണൊന്നുമില്ല. എനിക്കിതൊക്കെ മനസ്സിലായിക്കണ് ഇത് ആരാന്നുള്ളത്. എന്നൊക്കെ യാഥാർത്ഥ്യമായിട്ട് നല്ല എനിക്ക് മനസ്സിലാക്കാൻ ഞങ്ങളവിടെ ഒരു ഒരു വെളിച്ചപ്പാടല്ല, ഒരു ദേവി കയറുന്ന ഒരു സ്ത്രീ ഉണ്ട്. ഞാൻ പണ്ട് ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ട്. അപ്പൊ ഓട്ടോ ഓടിക്കുമ്പോ നമുക്ക് അവിടെ ഓട്ടം കിട്ടിയിട്ട് പോയി കഴിഞ്ഞാലേ അവിടെ ഇങ്ങനത്തെ അതുവരെ അങ്ങനെ പീടിയിലൊക്കെ പോയി സാധനമൊക്കെ വാങ്ങിക്കൊണ്ടുപോയിട്ട് ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചേച്ചി ചില മൂല്യമാര് കൈവശം എടുക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് പറഞ്ഞേക്കും, തോട്ടര എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പൊ മലപ്പുറത്ത് നിന്നും കോഴിക്കോട് നിന്നുള്ള മൂല്യന്മാരൊക്കെയാണ് കൈവശം ഉണ്ട്, നിങ്ങൾ പോയിട്ട് ഇന്നടത്ത് പോയിട്ട് അതൊന്ന് എടുക്കണം എന്ന് പറയാം. അപ്പൊ എടുക്കാൻ വരും. അപ്പൊ പെട്ടെന്ന് ഇവര് വേറെ അവസ്ഥയിലേക്ക് എത്തും. എന്നതുപോലെ ഈ പറയുന്ന വെളിച്ചപ്പാട് അല്ലെങ്കിൽ ദേവി പ്രത്യക്ഷപ്പെടൽ, ഇങ്ങനെ പല പരിപാടികൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതേമാതിരി മുഹമ്മദ് നബിന്റെ അടുത്തേക്ക് വന്നിരുന്ന എന്തോ ഒരു കൈവശത്തിലൊക്കെ വിശ്വാസം ഉണ്ടോ? എനിക്കൊന്നിലും വിശ്വാസമില്ല. കൈവശല്ല, വിഷം കലക്കി തരായിരുന്നാ മതി. കൈവശം എന്താ? വിഷത്തിലോ സംശയമല്ലോ. കൈവശത്തിൽ ഇതുണ്ടോ? എനിക്ക് വിശ്വാസമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് കൂടോത്രം ചെയ്തോളൂ, എനിക്ക് കുഴപ്പമില്ല. ഇല്ല, എനിക്ക് വിശ്വാസമില്ല. നിങ്ങൾ സിഹർ ചെയ്തോളി. മൂർത്തിനെ ഒടിച്ചിട്ടിട്ട് ചെയ്യട്ടെ. നിങ്ങള് സിഹർ ചെയ്തോളി. ഇന്നൊക്കെ മാട്ടുമാരണം ചെയ്തിട്ട് ഇന്ന സിഹർ ചെയ്തിട്ടൊക്കെ തകർക്കാൻ പറ്റൊക്കെ ഇതിനോടകം ഈ പണ്ടേക്ക് നമ്മളെ ജിന്നൂരികൾ ചെയ്തിട്ടുണ്ടാവില്ലേ? മുജാഹിദ് ബാലുശ്ശേരി അല്ലേ പറഞ്ഞത്? നിങ്ങൾ എന്ത് ഹലാക്കെങ്കിലും ഒടിച്ചിട്ടോളി. മൂർത്തി പറഞ്ഞാ എനിക്ക് സംരക്ഷണം തരുന്ന പിശാചി വലയത്തെ കുറിച്ച് നിങ്ങൾ പറയണേ? ചെയ്തോളി. നിങ്ങൾ കായികമായിട്ട് എന്റെ നേർക്ക് വരാൻ പറ്റുന്നേ, ചൂരലെടുത്ത് തല്ലി ഒഴിവാക്കാനൊന്നും വരരുത്. നിങ്ങൾ മേത്ത് തൊടാത്ത രീതിയിൽ എന്ത് വേണമെങ്കിലും ചെയ്തോളി. ഞാൻ വേണമെങ്കിൽ സൗകര്യം ചെയ്തുതരാം. എന്റെ വീട്ടിൽ വന്നിട്ട് എന്നെ കൂടെ അത്രയും ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. പിന്നെന്താ? കണ്ണൂരിൽ വിശ്വസിക്കണ്ടോ? ഇല്ല. നിങ്ങൾ കണ്ണൂരും പറഞ്ഞോളി.
നല്ലോണം കരിനാക്കോ കണ്ണേറോ ഒക്കെ കിട്ടുന്ന ഉറപ്പുള്ള ആളടുത്ത് നിങ്ങൾ പോയിട്ട് നല്ല മൊഞ്ചുള്ള ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഈ ചങ്ങായിക്ക് ഒരു കണ്ണേറ് കിട്ടാൻ എന്തെങ്കിലും ചെയ്തോളി നിങ്ങള്. ഇത് കുഴപ്പമില്ല. ഉം. എന്താ ചെയ്യാ? അതില് ഞങ്ങളെ സമ്മതിച്ച്, അതില് ഞങ്ങളെ അഭിനന്ദിക്കുന്നു. ദൈവത്തിന്റെ കാര്യം നിങ്ങൾ അത് ഇതിന് പോറക്കട്ടോ, ഈ അതിപ്പോ നിങ്ങൾക്ക് ദൈവത്തിന്റെ തലയിൽ വെക്കണ്ട. കാര്യത്തിലും അഭിനന്ദിക്കുന്ന ഒരു ഘട്ടം വരും. ഇല്ലല്ല, വരും. നമ്മള് നിങ്ങള് ഇതിലൊന്നും. അസബ്റു നിസ്ഫുൽ ഈമാൻ എന്നല്ലേ? ഞാനേ നോമ്പ് കുറിച്ചോട്ടെ, ഇവിടെ സമയമായി. ആയിക്കോട്ടെ. അപ്പൊ എന്നാ അള്ളാഹുമ്മ ലക സുംതു വഅലാ റിസ്കിക അഫ്തർതു എന്നൊരു കഷ്ണം വായി കിട്ടാളി. ബാങ്ക് കൊടുക്കാറായി. അപ്പൊ എന്നാ ശരി, എന്നാ അടുത്ത തവണ കേൾക്കാം. ശരി.